ഞാനെന്തായാലും രഘു പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പോയി തിരക്കട്ടെ. ആ, എന്തെങ്കിലും വിവരം കിട്ടിയാനെ വിളിക്കണേ. ശരി. അമ്മ ആ അമ്പിളി എന്തിനാ ഇങ്ങോട്ട് വന്നിട്ട് പോയേ? അത് അനുവിനെ കാണാൻ വേണ്ടി വന്നതാ. എന്താ വിശേഷം? ഏയ് ഒന്നുമില്ല, വെറുതെ കാണാൻ വേണ്ടി വന്നതാ. വെറുതെയോ? വെറുതെ ഒന്നുമല്ല വന്നതെന്ന് എനിക്കറിയാം. ഇവളുടെ കൂടെ കൂടിയ പിന്നെ നുണ മാത്രമേ പറയൂല്ലേ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതെന്റെ വീടാ. എനിക്ക് വില തരാത്ത ഒരെണ്ണം ഇവിടെ കേറി ഇറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അമ്മേ. ഇന്ദിരേട്ടനൊന്ന് പോയിക്കോട്ടെ. എന്നാ പോയിട്ട് വാ. ശരി, ഞാൻ വിളിക്കാം. ഇങ്ങനൊരു പെങ്കോന്തൻ ഞാൻ വളർത്തിയതിന്റെ ഒരു ഗുണവും ഇല്ലാണ്ടായി പോയല്ലോ എന്റെ ദൈവമേ. അയ്യോ, ഞാൻ കരുതിയതാ രഘുവാണ് പ്രശ്നക്കാരനെന്നാ. അയ്യോ, അവനല്ല, അവള്. നിന്റെ ചേച്ചി ഒറ്റ ഒരുത്തി കാരണാ രണ്ടും രണ്ടു വഴിക്കായി പോയത്. അയ്യോ, കഴുത്തിന് ചുറ്റും നാക്കാ നാശത്തിന്. അതിന്റെ കൂടെ എങ്ങനെയാ മനുഷ്യര് ജീവിക്കുക? ഡേ, നീ എന്താടി ഒന്നും മിണ്ടാതെ പോന്നേ? നീയും നിന്റെ ചേച്ചിയും കൂടി എന്നെ ഇവിടുന്ന് പുകച്ച് പുറത്തു ചാടിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ? ദേ, അങ്ങനെ വല്ലത് ഓർത്തിട്ടാണെങ്കി അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. അമ്മ എന്തിനാ വെറുതെ ഇല്ലാത്തതൊക്കെ എന്റെ അടുത്ത് പറയുന്നേ? ചേച്ചി ഇങ്ങോട്ട് വെറുതെ വന്നിട്ട് പോയതാ. വെറുതെ ഒന്നും അല്ലെന്ന് അവളുടെ മുഖം കണ്ടാൽ എനിക്കറിയാം. നീ എന്നെ എന്തൊക്കെ മറച്ചൊളിപ്പിച്ചു വെച്ചാലും അതൊക്കെ ഈ സുശീല അറിയും. അതുകൊണ്ട് കൂടുതൽ നാടകമൊന്നും വേണ്ട. നിന്ന് തിരിയുന്ന എന്തിനാ? പോയി പണിയെടുക്കടി. നേരത്തും കാലത്തും വല്ല ഭക്ഷണം കിട്ടുവോ? കേറി പോടിയാകത്തോട്ട്. ഞാൻ അറിയാതെ എന്തൊക്കെയോ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതുറപ്പാ. എന്തായാലും അതൊക്കെ കണ്ടുപിടിക്കണം.